Hi guys, this is your cinematic Mallu, and today we are going to talk about Chandu Champion, directed by Kabir Khan and writing credits ഇദ്ദേഹം കബീർ ഖാനും സുമിത് അറോറയും സുദീപ് തോസർക്കാരും ഒരു 3 പേരാണ്. ആൻഡ് ദിസ് മൂവി ഒരു ബയോപിക് ആണ്. അതായത് മുരളീകാന്ത് പേഡ്കർ എന്ന് പറയും, ഇന്ത്യസ് ഫസ്റ്റ് പാരാഒളിമ്പിക്സ് മെഡലിസ്റ്റ്. ഈ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ളവർക്ക് വേണ്ടി നടത്തുന്ന ഒളിമ്പിക്സ്, പാരാഒളിമ്പിക്സ്, അതിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി മെഡൽ നേടിയ താരം. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതകഥയാണിത്. ആൻഡ് ഇതിൽ കാർത്തിക് ആര്യൻ, അതോണം തന്നെ ഭുവൻ അറോറ, അനിരുദ്ധ് ദേവ് ഇവരൊക്കെയാണ് അഭിനയിച്ചേക്കണേ. എനിക്ക് കാർത്തിക് ആര്യനാണ് മുരളീകാന്ത് പേഡ്കറിനെ പോർട്രേ ചെയ്തേക്കണേ ഈ സിനിമയിൽ. എൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, സ്റ്റാർട്ടഡ് ഔട്ട് ആസ് എ ടിപ്പിക്കൽ ബോളിവുഡ് ട്രീറ്റ്മെൻറ്റ്. ഈ മുരളീകാന്ത് പേഡ്കറിൻ്റെ ചൈൽഡ്ഹുഡൊക്കെ കാണിക്കുന്ന സീനുകൾ, അവിടെയൊന്നും ഒരു കണക്ഷൻ എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചില്ല സിനിമയ്ക്ക് എന്നോട് ആസ് എ പ്രേക്ഷകൻ. മുരളീകാന്ത് പേഡ്കറിൻ്റെ ചൈൽഡ്ഹുഡ് അഭിനയിച്ച ആ ഒരു കുട്ടിയുടെ പെർഫോമൻസ് ആണെങ്കിൽ പോലും ഒട്ടും തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല അവിടെയൊന്നും. അതുകൊണ്ട് തന്നെ കാർത്തിക് ആര്യൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീനുകളിലാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞല്ലോ, വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടിപ്പിക്കൽ ബോളിവുഡ് ട്രീറ്റ്മെൻ്റ് ആണ് അവിടെയൊക്കെ അനുഭവപ്പെട്ടത്. അതങ്ങനെ പോയി. പിന്നീട് ഈ ഒരു സിനിമയുടെ ഗ്രാഫ് ക്ലൈംബ് ചെയ്ത് തുടങ്ങുന്നത്, ഇദ്ദേഹം മുരളീകാന്ത് പേഡ്കർ ഇന്ത്യൻ ആർമിയിലൊരു സൈനികനായിരുന്നു ഇൻ റിയൽ ലൈഫ്. ഒരു ഒളിമ്പ്യനായിരുന്നു. അതോണം തന്നെ ഇന്ത്യൻ ആർമിയിലൊരു സൈനികനുമായിരുന്നു. അപ്പം ആ ഒരു ട്രാൻസിഷൻ മുതലാണ് സിനിമയുടെ ഗ്രാഫ് പിന്നീട് ക്ലൈംബ് ചെയ്ത് തുടങ്ങുന്നത്. അതെല്ലാ രീതിയിലും ഡയറക്ഷനിലാണെങ്കിലും സ്റ്റോറി ടെല്ലിങ്ങിലാണെങ്കിലും മ്യൂസിക്, സിനിമാറ്റോഗ്രാഫി, എല്ലാ രീതിയിലും. പിന്നീട് ക്ലൈമാക്സ് വരെ അത് ഈ ലെവലിൽ തന്നെ നിന്നു. ആൻഡ് കമ്മിങ് ടു പെർഫോമൻസസ്, കാർത്തിക് ആര്യൻ ആദ്യത്തെ കുറച്ച് സീനുകളിൽ കണ്ട കാർത്തിക് ആര്യനെയോ അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് സീനുകളിൽ കണ്ട കാർത്തിക് ആര്യൻ്റെ പെർഫോമൻസിനെയോ അല്ല പിന്നീട് നമ്മൾ അങ്ങോട്ട് കാണുന്നത്. സിനിമയുടെ ഒരു ഗ്രാഫ് ക്ലൈംബ് ചെയ്ത് തുടങ്ങിയത് മുതൽ ക്ലൈമാക്സ് വരെ ടോട്ടലി ഡിഫറെൻറ്റ്. അതായത് ഇത് മുരളീകാന്ത് പേഡ്കർ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലാണ്ട് സിനിമയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചെടുത്തൊരു സാങ്കല്പിക കഥാപാത്രമല്ല. അപ്പം ആ മനുഷ്യൻ്റെ ജീവിതത്തിനെ, ആ മനുഷ്യൻ്റെ ഒരു സോളെന്ന് പറയും, അതിന് ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു പെർഫോമൻസ് ആണ് ഇത്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സ്പോർട്സ് ഡ്രാമയാണ്. അപ്പോൾ അത് ഫീൽ ചെയ്യണമല്ലോ നമുക്ക്. ആ വ്യക്തിക്ക് ജീവിതത്തിലുണ്ടായ വിജയങ്ങൾ, പരാജയങ്ങൾ, ആ പരാജയങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ഒരു ഡിറ്റർമിനേഷൻ എന്ന് പറയില്ലേ, വിജയിക്കാനുള്ള ഒരു ഡിറ്റർമിനേഷൻ, അതെല്ലാം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കാർത്തിക് ആര്യൻ ഇതിൽ പോർട്രേ ചെയ്തേക്കുന്നത്. പൊളി. അങ്ങനെ പിന്നെ ബാക്കിയുള്ളവരായാലും എല്ലാവരും നന്നായിട്ടുണ്ട്, ആരും മോശമെന്നൊന്നും പറയാനില്ല. വിജയ് റാസ് ഇതിൽ മുരളീകാന്ത് പേഡ്കറിൻ്റെ ബോക്സിംഗ് കോച്ച് ആയിട്ട് അഭിനയിച്ച നടൻ, അദ്ദേഹവും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭുവൻ അറോറ അദ്ദേഹവും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അനിരുദ്ധ് ദേവ്, അതായത് മുരളീകാന്ത് പേഡ്കറിൻ്റെ സഹോദരൻ്റെ റോള് ചെയ്ത ആക്ടർ, അദ്ദേഹവും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഭുവൻ അറോറയും കാർത്തിക് ആര്യനും തമ്മിലുള്ളൊരു ഇൻട്രാക്ഷൻ സീൻ എന്ന് പറയുന്നതുണ്ട്. അവിടെ ഉണ്ടാവുന്നൊരു മീനിങ് എന്ന് പറയുന്നതുണ്ട്. ഈ സഹോദരനോടുള്ള സ്നേഹവും മനുഷ്യൻ്റെ ഒരു സ്വാർത്ഥത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇതിൻ്റെ രണ്ടിൻ്റെയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റെപ്രസെൻറ്റേഷനാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ അവിടെ കാണാൻ സാധിച്ചത്. അങ്ങനെ പിന്നെ മ്യൂസിക്, ജൂലിയസ് പക്കിയാം, പ്രതാം, ഇവർ രണ്ടുപേരാണ് മ്യൂസിക് ചെയ്തേക്കണേ. പൊളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഗ്രാഫ് കയറിയ ആ ഒരു മൊമെൻ്റ്, ആ ഒരു സീൻ മുതൽ പിന്നീട് ക്ലൈമാക്സ് വരെ മ്യൂസിക് താഴെ പോയിട്ടില്ല എന്നുള്ളതാണ്. ഇത് മുരളീകാന്ത് പേഡ്കറിൻ്റെ ജീവിതത്തിനെ, ആ ഒരു ജീവിതത്തിൻ്റെ ഗ്രോത്തിനെ, ആ ഒരു ജീവിതത്തിൻ്റെ ഓരോ ഹർഡിൽസിനെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് മ്യൂസിക് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തേക്കണത്. പർപ്പസ് എന്ന് പറയുന്നത് അതാണല്ലോ മ്യൂസിക്കിൻ്റെ, അത് വൃത്തിയായിട്ട് മ്യൂസിക് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രാഫി, സുദീപ് ചാറ്റർജിയാണ് സിനിമാറ്റോഗ്രാഫി, നിതിൻ ഭൈതാണ് എഡിറ്റിങ്, അതും നന്നായിട്ടുണ്ട്. ഡയറക്ഷൻ്റെയും സ്റ്റോറി ടെല്ലിങ്ങിൻ്റെയും ഒപ്പം സിനിമാറ്റോഗ്രാഫിയും കൂടി ചേരുമ്പം ഈ സിനിമയിൽ ഓരോ സീനുകൾക്ക് ഉണ്ടാവുന്ന അർത്ഥങ്ങളാണ്. പ്രത്യേകിച്ച് ക്ലൈമാക്സിലൊക്കെ, അതായത് ഒരു ക്യാരക്ടർ ആ ക്യാരക്ടറിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഹയസ്റ്റ് ഗോൾ അറ്റൈൻ ചെയ്യുന്നൊരു നിമിഷം, ആ നിമിഷത്തിൽ അത്ര നാളും, ആ ഒരു ജീവിതയാത്രയിൽ അത്ര നാളും ആ ക്യാരക്ടർ ഫേസ് ചെയ്ത എല്ലാ പരാജയങ്ങളെയും, എല്ലാ ഇൻസൾട്ടുകളെയും, എല്ലാ ചലഞ്ചസിനെയും, അതിൽ നിന്നൊക്കെ ഉള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ഇതെല്ലാം ഒരൊറ്റ സീനിൽ നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമോ സിനിമാറ്റോഗ്രാഫിയിലൂടെ? ആ ഒരു മാജിക്കാണ് ഈ സിനിമയിൽ ക്ലൈമാക്സിൽ കാണാൻ സാധിക്കുക. കണ്ടിരിക്കേണ്ട ഒരു ഐറ്റമാണ് ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. പൊളി. അങ്ങനെ തുടക്കത്തിൽ കുറച്ചൊരു ടിപ്പിക്കൽ ബോളിവുഡ് ട്രീറ്റ്മെൻറ്റ് ഒഴിച്ചു നിർത്തിയാൽ, മുരളീകാന്ത് പേഡ്കർ എന്ന ചാമ്പ്യൻ്റെ, ലെജൻഡിൻ്റെ ജീവിതത്തെ അത്രയും മനോഹരമായി ആവിഷ്കരിച്ചൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ്. And that's my take on Chandu Champion.
നിങ്ങൾക്ക് എന്ത് തോന്നിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ആൻഡ് സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ദിസ് ഇസ് യുവർ സിനിമാറ്റിക് മല്ലു സൈനിങ് ഓഫ്.